നമ്മൾ വയനാട്ടിലേക്ക് അവിടെ ഈ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. 138 പേരുടെ പേരും ചിത്രവും അടങ്ങുന്നതാണ് പുറത്തു വന്ന പട്ടിക അപൂർണമാണെന്നും കാണാതായവരിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ വിവരം കൈമാറാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഉരുൾപൊട്ടൽ പഠിക്കാൻ കേന്ദ്ര സംഘം എത്തും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് കേന്ദ്ര സംഘം എത്തുക. 9 മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ ചേർന്നതാണ് ഈ സംഘം. വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നു. സരീഷ്, ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതിൻ്റെ റിഹാബിലിറ്റേഷൻ ബന്ധപ്പെട്ടാണ്. ഈ റിഹാബിലിറ്റേഷൻ കുറിച്ച് ആലോചിക്കേണ്ട സമയമായി കഴിഞ്ഞു. നമ്മളിതുവരെ നമ്മളെല്ലാവരും മീഡിയയിലെ ഒരു വലിയ പങ്കാളിത്തം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്ത നിർവഹണം, അധികം ബഹളങ്ങളില്ലാതെ മലയാളിയെ നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മീഡിയകളൊക്കെയാണ്. അതിൻ്റെ ഒരു സമയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. തെരച്ചിലുകൾ ഏകദേശം കഴിയുന്നു. നമ്മൾ ഏകദേശം ഒരു അനാഥമായി ആയിരുന്ന മൃതശരീരങ്ങളൊക്കെ സംസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിഞ്ഞു. ഇനി റിഹാബിലിറ്റേഷൻ്റെ ഒരു പ്രശ്നമാണ് എല്ലാവരും ബാക്കിയുള്ളവരുടെയൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതിനെങ്ങനെ ഇപ്പോൾ നിരന്തരമായി സംഘടനകളുടെ ഓഫറുകളും പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് അടിയന്തരമായി എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് റിഹാബിലിറ്റേഷൻ പോളിസി രൂപീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരെയും, കാരണം ഇത് വ്യത്യസ്തമായ മേഖലകളിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിനെ കൺസോൾട്ടേറ്റ് ചെയ്ത് എല്ലാവരെയും ചേർത്ത് വെച്ച് ഒരു റിഹാബിലിറ്റേഷൻ പോളിസി അടിയന്തരമായി ഈ സർക്കാർ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില ഡിമാൻഡുകൾ ഇപ്പോൾ നമുക്കറിയാം. നമ്മളുടെ ഈ ഒരു വനനിയമമുണ്ട് നാട്ടിൽ. അത് ഭൂമി എന്നാണ്. നിങ്ങൾ ഒരേക്കർ ഭൂമിയാണ് വനം ത്തിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരേക്കറിന് തത്തുല്യമായിട്ട് ഉള്ള ഭൂമി നിങ്ങൾ വനത്തിന് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു നിയമം, വന നിയമം ഉള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ അത് വല്ലാതെ പലയിടങ്ങളിലും പാലിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന് തത്തുല്യമായ വിധത്തിലുള്ള റിഹാബിലിറ്റേഷൻ ആയിരിക്കണം നടക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമി നഷ്ടപ്പെട്ടവന്, വീട് നഷ്ടപ്പെട്ടവന് തത്തുല്യമായ പരിഹാരം കൊടുക്കാൻ കഴിയണം. അതല്ലാതെ ഒരു പൊതു പോളിസി എടുത്തിട്ട്, കാരണം അതെന്തുകൊണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വിവിധ ഈ ആളുകളൊക്കെ എങ്ങനെയാണ് ഭൂമി ഇപ്പോൾ കെട്ടിട നികുതി അതെങ്ങനെ കണക്കാക്കുന്നു ചോദിക്കും. വളരെ കൃത്യമായിട്ട് അറിയാം. പഞ്ചായത്തിൽ കൊടുത്തിരുന്ന ഭൂനികുതി എത്രയാണ്, വില്ലേജിൽ കൊടുത്ത ഭൂനികുതി എത്രയാണ്, പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ള വീടിൻ്റെ ടാക്സ്, കെട്ടിടങ്ങളുടെ ടാക്സ് എത്രയാണ്, അത് പരിശോധിച്ചാൽ അറിയാം. ഓരോരുത്തരും ഉണ്ടായിരുന്ന ഭൂമി എത്രയാണ്, അവർക്കുണ്ടായിരുന്ന കെട്ടിടങ്ങൾ എത്രയാണ്. ഇവരൊക്കെ തന്നെ കരം കൊടുത്ത്, നികുതി കൊടുത്ത് ഈ രാജ്യത്ത് ജീവിച്ച ആളുകളാണ്. രാജ്യത്തിൻ്റെ നിയമം പാലിച്ച് കൃഷി ചെയ്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവരൊക്കെ പൂർണ്ണമായി നിരാലംബരായി പോകുമ്പോൾ അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയേണ്ടത് ഏതർത്ഥത്തിലാണ്? അവരുടെ എന്താണ് അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റെ ഒന്നിച്ച് ഇല്ലാതാവുന്ന തരത്തിലല്ല. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സംഘടനകൾ, ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ വീട് വാഗ്ദാനം ചെയ്യുന്നു, ചിലർ ഭൂമി വാഗ്ദാനം ചെയ്യുന്നു. ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മിറ്റി തന്നെ സർക്കാർ രൂപീകരിക്കണം. അല്ലാതെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഗ്രാമത്തിൽ സംഭവിച്ച ദുരന്തമാണ്. അവിടെ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കൾ, എല്ലാ വിഭാഗ ജനങ്ങളും. അവരെല്ലാവരും, ഞാൻ ഇന്ന് രാവിലെ പോലും കേട്ടു, ഒരുത്തരും ഒരു വണ്ടി എടുത്തിട്ട് 4 തവണ ആ വണ്ടിയിൽ കിട്ടാവുന്നവരെ നിറച്ച് രക്ഷപ്പെടുത്തി. 5ാമത്തെ തവണ തിരിച്ചു വന്നിട്ടില്ല. തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കെ എം ഷാജി എം.എൽ.എ.